കേരളത്തിലെ ബി.എസ്.സി നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സസിനും അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് കേരളത്തിൽ എത്ര ബി.എസ്.സി നഴ്സിംഗും പാരാമെഡിക്കൽ സീറ്റ്സും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഗവൺമെന്റ് സൈഡിൽ എത്ര സീറ്റ്സ് ഉണ്ടാവും, പ്രൈവറ്റ് സൈഡിൽ എത്ര സീറ്റ്സ് ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബി.എസ്.സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സസിന്റെയും ഗവൺമെന്റ് സൈഡിലെയും അതുകൂടാണ്ട് പ്രൈവറ്റ് സൈഡിലെയുമുള്ള കോളേജസിന്റെയും അതുപോലെ തന്നെ ടോട്ടൽ സീറ്റ്സിന്റെയും ഡീറ്റെയിൽസ് ആണ്. കേരളത്തില് ബി.എസ്.സി നഴ്സിംഗിന്റെ കൗൺസിലിംഗ് മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് LBSഉം അത് കൂടാണ്ട് രണ്ട് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസുമാണ്. അതിൽ ഒന്ന് പറയുന്നത് PNC മാക്കും, പിന്നെന്ന് പറയുന്നത് AMCS FNCK ആണ്. ഇനി നമ്മൾ പാരാമെഡിക്കൽ കോഴ്സസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് LBS ത്രൂവും അത് കൂടാണ്ട് സെൽഫ് ഫൈനാൻസിങ് പാരാമെഡിക്കൽ കോളേജ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ അണ്ടറിലുമാണ് കൗൺസിലിംഗ് നടക്കുന്നത്. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു 4 കൗൺസിലിംഗ് ഏജൻസീസിന്റെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം കഴിഞ്ഞ വർഷം ബി.എസ്.സി നഴ്സിംഗിനും പാരാമെഡിക്കലിനും കൗൺസിലിംഗിന് വന്നിട്ടുള്ള കോളേജസിന്റെ ലിസ്റ്റ് ആണ് ടോട്ടൽ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലെ ടോട്ടൽ ആയിട്ടുള്ള ബി.എസ്.സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സസിന്റെയും സീറ്റ്സിന്റെ എണ്ണവും കോളേജസിന്റെ ഡീറ്റെയിൽസും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിനു ശേഷം നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം വരുന്ന പുതിയ മെനുവിൽ നിന്ന് കോളേജ് ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. വൺസ് നമ്മൾ കോളേജ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2023 LBSന്റെ അണ്ടറിലെ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജസിന്റെയും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിന്റെയും അത് കൂടാണ്ട് എല്ലാ പാരാമെഡിക്കൽ കോളേജസിന്റെയും ലിസ്റ്റ് നമുക്ക് ലഭിക്കും. സോ 1 by 1 ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കോളേജസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് കൂടാണ്ട് ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ദെൻ എത്രയാണ് ഫീസ് എന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജസ് ആണ് കൗൺസിലിംഗ് ഉണ്ടായിരുന്നത് എന്നും ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജസിലെല്ലാം ചേർത്ത് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്നും അത് കൂടാണ്ട് ഓരോ ജില്ലയിലും എത്ര സെൽഫ് ഫൈനാൻസിങ് കോളേജസ് നഴ്സിംഗ് സെക്ടറിൽ ഉണ്ട് എന്നുള്ള കാര്യം അടക്കമുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF ആണ് നമ്മുടെ LBS പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ താഴോട്ട് വരികയാണ് എങ്കിൽ അടുത്ത് LBS ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ടല്ലോ, പാരാമെഡിക്കൽ കോഴ്സസിനെ സംബന്ധിച്ചിട്ട് ഓരോ പാരാമെഡിക്കൽ കോഴ്സസും സെപ്പറേറ്റ് ആയിട്ട് എത്ര കോളേജസ് ആണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. സോ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഗവൺമെന്റ് സൈഡിൽ എത്ര കോളേജസ് ഉണ്ട്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട്, സെൽഫ് ഫൈനാൻസിങ് സൈഡിൽ എത്ര കോളേജസ് ആണെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, എല്ലാ പാരാമെഡിക്കൽ കോഴ്സസും LBSന്റെ അണ്ടറിൽ കഴിഞ്ഞ വർഷം കൗൺസിൽ നടന്നിരിക്കുന്ന എല്ലാ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും ടോട്ടൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഈവൻ ഡയാലിസിസ് ടെക്നോളജി എത്ര സീറ്റാണ് LBSന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്, അതിനുശേഷം എന്താണ് എത്ര സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, എത്രയാണ് അതിന്റെ ഫീസ് വന്നിട്ടുണ്ടായിരുന്നത്, അത് കൂടാണ്ട് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കോളേജിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. സോ ഏതെങ്കിലും സ്റ്റുഡൻസിന് കോളേജുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു PDF യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് നഴ്സിംഗിന്റെ കേസിൽ ഇനി ഉള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PNC മാക് ആണ്. സോ PNC മാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് PNC മാക് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. അതിനുശേഷം PNC മാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ കോളേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വൺസ് കോളേജസിന്റെ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ എന്തുണ്ട്, ഓരോ ജില്ലയിലും എത്ര കോളേജസ് ആണ് നഴ്സിംഗ് സെക്ടറിൽ വരുന്നതെന്നുണ്ട്, അത് കൂടാണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ടോട്ടൽ സീറ്റ്സിന്റെ നമ്പേഴ്സ് അടക്കമുള്ള എല്ലാ കാര്യവും ഉണ്ട്. കഴിഞ്ഞ വർഷം PNC മാക്കിന്റെ അണ്ടറിലെ കൗൺസിലിംഗിന് വന്നേക്കുന്ന ടോട്ടൽ ആയിട്ട് 50 സീറ്റാണ്. ദെൻ ഇനി നഴ്സിംഗ് സെക്ടറിലുള്ള അടുത്ത ഒരു കൗൺസിലിംഗ് ഏജൻസി എന്ന് പറയുന്നത് AMCS FNCK ആണ്. ഇപ്പൊ AMCS FNCKയുടെ അണ്ടറിൽ നമ്മൾ ഉള്ള വെബ്സൈറ്റിലോട്ട് പോയാലും അവിടെ നമുക്ക് കോളേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കോളേജസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് BSc നഴ്സിംഗും പോസ്റ്റ് BScയും MSc എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് BSc നഴ്സിംഗിന്റെ ഡീറ്റെയിൽസ് പോകണമെങ്കിൽ BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള BSc നഴ്സിംഗിന്റെ കോളേജസിന്റെ ലിസ്റ്റ് വരും. അതിൽ ഓരോ കോളേജസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം. സോ ഓരോ കോളേജസും സെപ്പറേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് അതിൽ എത്രയാണ് ഗവൺമെന്റ് സീറ്റ് ഉണ്ട്, ദെൻ NRI സീറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ദെൻ മാനേജ്മെന്റ് സീറ്റ് എത്രയാണെന്നുണ്ട്, അത് കൂടാണ്ട് എന്തുണ്ട്, ഈ മാനേജ്മെന്റ് സീറ്റിനകത്തുള്ള ഓപ്പൺ മെറിറ്റ് സീറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ദെൻ അത് കൂടാണ്ട് മൈനോറിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ആയിട്ടുള്ള കേരളത്തിലെ ടോട്ടൽ ആയിട്ടുള്ള നഴ്സിംഗ് കോളേജസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. സെൽഫ് ഫൈനാൻസിങ് പാരാമെഡിക്കൽ കോളേജ് അസോസിയേഷൻസ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിളിൽ പോയിട്ട് സെൽഫ് ഫൈനാൻസിങ് പാരാമെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്തുണ്ട്, നമുക്ക് കോളേജിന്റെ ലിസ്റ്റ് കിട്ടും. ഓരോ കോളേജിലും ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിന് ടോട്ടൽ ആയിട്ട് എത്ര സീറ്റ് ഉണ്ട് എന്നുണ്ട്. അത് കൂടാണ്ട് കോളേജസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കോളേജിൽ നേരിട്ട് വിളിച്ചതിന് ശേഷം എങ്ങനെയാണ് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. സോ എല്ലാ കൂട്ടുകാരും കേരളത്തിലുള്ള BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോളേജസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇന്ന് ഗൂഗിളിൽ പോയിട്ട് ടോട്ടൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കേരളത്തിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സസിന്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടും കോളേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടിന്യൂസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൗൺസിലിംഗ് സംബന്ധമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.